NDAയുടെ BJPയുടെ ചരിത്ര വിജയത്തെ കൂടുതൽ ആഘോഷമാക്കി മാറ്റുകയാണ് BJP പ്രവർത്തകർ. പാലക്കാട് നഗരസഭയിൽ BJPയുടെ നേതൃത്വത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തുടരുമെന്ന് വൈസ് ചെയർപേഴ്സൺ ആയി തെരഞ്ഞെടുക്കപ്പെട്ട ടി ബേബി പറഞ്ഞു. എല്ലാവരെയും ഒത്തൊരുമിച്ച് കൊണ്ടുപോകുന്ന നടപടികൾ ആയിരിക്കും BJP സ്വീകരിക്കുകയെന്നും ബേബി പ്രതികരിച്ചു. ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ 25 കൗൺസിലർമാരുടെ പിന്തുണയോടെയാണ് ടി ബേബി തെരഞ്ഞെടുക്കപ്പെട്ടത്. കൂടുതൽ വിവരങ്ങൾ അരുണാലത്തൂരിന്റെ റിപ്പോർട്ടിലേക്ക്. പാലക്കാട് നഗരസഭയുടെ വൈസ് ചെയർപേഴ്സണായി BJPയുടെ ടി ബേബി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ അവരുടെ സത്യപ്രതിജ്ഞ കഴിഞ്ഞു. ഇപ്പോൾ ഓഫീസ് മുറിയിലേക്ക് എത്തി. ടി ബേബിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 3 ടേമായി കൗൺസിലറാണ്. മാത്രമല്ല കഴിഞ്ഞ തവണ കേരളത്തിൽ തന്നെ നഗരസഭകളിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം ശ്രീരാമപാളയത്തിൽ നിന്ന് നേടിയത് ടി ബേബിയാണ്. ഇപ്പോൾ അവർ ചേരുകയാണ്. അങ്ങനെ നഗരസഭയുടെ വൈസ് ചെയർപേഴ്സണായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുക എങ്ങനെ കാണുന്നു? അതെ, എന്തായാലും നമ്മുടെ പ്രസ്ഥാനം ഒപ്പം അവർ നിരീക്ഷിച്ചിട്ട് ഇങ്ങനെ വിജയിക്കാൻ വിട്ടതാണ്. എന്തായാലും 3 വാർഡിലായിട്ടുള്ള എൻ്റെ പ്രവർത്തകർ ചെറിയ സ്ക്വാഡ് നോട്ട് സംഘപ്രവർത്തകരാണ്. ഈ 3 വാർഡിലെയും പ്രവർത്തകരാണ്. 45, 44, 49 അവരാണ് എന്നെ ഇത്രയും ഇവിടെ എത്തിച്ചത്. ഈ വേളയിൽ അവർക്കാണ് ഞാൻ എൻ്റെ വിജയം പ്രഖ്യാപിക്കുന്നത്. നഗരസഭയിൽ 3ാമതാണ് BJP അധികാരത്തിലെത്തുന്നത്. അപ്പം ഇത്തവണ എന്താണ് ജനങ്ങളോട് പറയാൻ? ഞങ്ങൾ തുടർ ഭരണത്തിൻ്റെ ഭാഗമായിട്ട് ഒട്ടേറെ പദ്ധതികളുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇനിയിപ്പോൾ പഠിച്ചിട്ട് അതിൻ്റെ പ്രൊജക്റ്റൊക്കെ തയ്യാറാക്കിയിട്ട് 100% ജനങ്ങൾക്ക് എത്തേണ്ട എല്ലാ വികസനവും, അത് അടിസ്ഥാന സൗകര്യമായാലും വിദ്യാഭ്യാസമായാലും മറ്റേ പൊതുമരാമത്ത് ഏത് കാര്യമാണോ അത് നമ്മൾ കൂട്ടായിട്ടുള്ള ചർച്ച ചെയ്ത് ചെയർമാൻ്റെ ഒപ്പം അതുപോലെ തന്നെ നമ്മുടെ കൗൺസിലർമാർ എല്ലാവരും പ്രതിപക്ഷത്തെ എല്ലാം ബഹുമാനിച്ചുകൊണ്ട് തന്നെ വരുന്ന ആളുകളിൽ വികസനം പാലക്കാട് നഗരസഭയിൽ ഒരു മാതൃകാ പ്രവർത്തനം തന്നെ തുടർ ഭരണത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. കോൺഗ്രസും CPM ഒക്കെ കൂടെ ഒരുമിക്കാൻ വേണ്ടിയുള്ള തീരുമാനങ്ങളിലേക്ക് വരെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ചെയർമാനും വൈസ് ചെയർപേഴ്സണും എല്ലാം BJP തന്നെ വീണ്ടും എത്തിയിരിക്കുന്നു. അപ്പോൾ അത് അവർക്കുള്ള ഒരു കനത്ത തിരിച്ചടി കൂടെ അല്ലേ? ആണ്. പക്ഷേ നമ്മളെല്ലാവരെയും കോർത്തിണക്കിക്കൊണ്ട് പോകാനാണ് ശ്രമിക്കുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ അവർക്കും വേണ്ട വികസന സൗകര്യങ്ങളെല്ലാം എത്തിച്ചു കൊടുക്കും. പാലക്കാട് നഗരസഭയിൽ കഴിഞ്ഞ ടേം ഇതുപോലെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ഫസ്റ്റ് ടേമത്തെ നമ്മുടെ കോറം തികയാണ്ട് പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മുൻ ചെയർപേഴ്സൺ ഈ സമയത്ത് ഞാൻ പറയുകയാണ് ചെയർപേഴ്സൺ, അതുപോലെ തന്നെ മുതിർന്ന കാര്യകർത്താക്കൾ ശിവരാജേട്ടൻ, നടേശേട്ടൻ, അങ്ങനെയുള്ളവരെല്ലാവരെയും കൂടി കൂട്ടായ്മയിലൂടെ നമ്മൾ കൃഷ്ണന്മാരുടെ എല്ലാവരെയും കൂട്ടായ്മയിലൂടെയാണ് നമ്മൾ ഇത്രയും ആരോഗ്യ പ്രവർത്തനത്തിലൊക്കെ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയും അതുപോലെ തന്നെ തുടർ ഭരണത്തിൻ്റെ ഭാഗമായിട്ട് വളരെ വികസന കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഇതിൻ്റെ വികസനം തുടരും എന്നുള്ളത് തന്നെയാണ്. തുടരും. താങ്ക് യു. എന്തായാലും അങ്ങനെ ടി ബേബി പാലക്കാട് നഗരസഭയുടെ വൈസ് ചെയർപേഴ്സണായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുന്നു. ഇന്ത്യ മുന്നണി ഒന്നിച്ച് BJPക്കെതിരെ പലതരത്തിലുള്ള കരുക്കൾ നീക്കങ്ങളൊക്കെ നടത്തിയിരുന്നു. പക്ഷേ അതൊക്കെ ആസ്ഥാനത്തായി മാറിയിരിക്കുന്നു. നഗരസഭയിൽ ചെയർമാനും പിന്നാലെ വൈസ് ചെയർപേഴ്സണും ഉൾപ്പെടെ BJPക്ക് തന്നെ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പാലക്കാട് നഗരസഭയിൽ അങ്ങനെ 3ാമതും ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലേറിയിരിക്കുന്നു. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.